അടുത്ത ഒരു വർഷത്തിനകം ജില്ലയിലെ നഗരസഭകൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ലക്ഷ്യം കാണാനായി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനുള്ള ദ്വിദിന ശില്പശാലയ്ക്ക് കണ്ണൂർ കാട്ടാമ്പള്ളി കൈരളി ഹെറിറ്റേജിൽ തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം വടത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജനങ്ങളുടെ മനോഭാവവും മാറുന്നില്ല എന്നുള്ളതാണ് വലിയ വസ്തുത. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ അത് എവിടെ ഉപേക്ഷിക്കപ്പെട്ടു പോയാലും അത് കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങളുടെ അതാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അതൊരു മാറ്റം അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഓരോ ദിവസവും കഴിയുന്തോറും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം, അത് പ്ലാസ്റ്റിക് ആയാലും അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളായാലും അത് വല്ലാത്ത നമ്മുടെ നാടിന് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അത് വല്ലാതെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരുപാട് തവണ നമ്മളൊക്കെ നേരത്തെ മെമ്പറായിരുന്ന സമയത്തൊക്കെ നമ്മൾ പല രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശ്രമിച്ചുവെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മനോഭാവ മാറ്റമുണ്ടാക്കലാണ് പ്രധാന ലക്ഷ്യമായി പരിഗണിക്കേണ്ടതെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ പറഞ്ഞു. ജില്ലയിലെ നഗരസഭാ സെക്രട്ടറിമാർ, ക്ലീൻ സിറ്റി മാനേജർമാർ, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കില എന്നിവരുടെ റിസോഴ്സസ് പേഴ്സൺമാർ, ഹരിത കർമ്മസേന കൺസോർഷ്യം ഭാരവാഹികൾ എന്നിവരാണ് ജില്ലാതല ശില്പശാലയിൽ പങ്കെടുത്തത്. തദ്ദേശ ഭരണ വകുപ്പ്, കില, ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, KSWMP, കുടുംബശ്രീ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. 2024-25 വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി കണക്കാക്കിയിട്ടുള്ളത് സമ്പൂർണത, സുസ്ഥിരത, മനോഭാവം മാറ്റം എന്നിവയാണ്. അജൈവ മാലിന്യ ശേഖരണം പൂർണ്ണമാക്കി സുസ്ഥിരത നിലനിർത്തൽ, ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നത് ഉറപ്പാക്കൽ, പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കൽ, സാനിറ്ററി മാലിന്യം ഉൾപ്പെടെയുള്ള മറ്റു പ്രത്യേക മാലിന്യങ്ങൾക്ക് സംസ്കരണ സംവിധാനം ഒരുക്കൽ, ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനത്തിനായുള്ള പൂർത്തീകരിക്കൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെയുള്ള ജൈവ മാലിന്യ പരിപാലനമായാലും അപ്പോൾ അത്തരത്തിൽ